നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. അതിനെ ന്യായീകരിക്കാനോ രാഹുലിനെ വെളുപ്പിച്ചെടുക്കാനോ ആർക്കും സാധ്യമല്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? രാഹുലിനെതിരെ ഒരു സുപ്രഭാതത്തിൽ പീഡന പരാതിയുമായി ഒരു യുവതി കടന്നു വന്നതല്ല. രാഹുൽ ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി മോഹിപ്പിച്ച് പീഡിപ്പിച്ചു എന്ന കേസ് അപ്രതീക്ഷിതമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിയാൽ നമ്മൾ ഞെട്ടിത്തരിക്കേണ്ടതാണ്, രാഹുലിനെ തള്ളിപ്പറയേണ്ടതാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എങ്ങനെയാണ്? രാഹുൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ ഇടത് സൈബർ പ്രൊഫൈലുകളിലൊക്കെ ചാറ്റർജി എന്ന പേരുള്ള ആരോപണമുണ്ടായിരുന്നു. അന്ന് മുതൽ രാഹുലിനെ ടാർഗറ്റ് ചെയ്ത് അയാൾ പെണ്ണുപിടിയനാണ്, വൃത്തികെട്ടവനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ പ്രധാനപ്പെട്ട ടാർഗറ്റായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിക്കാൻ ധൈര്യമുള്ള അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായതുകൊണ്ടാണ്. സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും CPMന്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളുമൊക്കെ വെട്ടിപ്പൊളിച്ച് കീറിമുറിച്ച് വലിച്ചെറിയാൻ കരുത്തുള്ള നേതാവായതുകൊണ്ടാണ്. കോൺഗ്രസിൽ അത്തരം നേതാക്കന്മാർ കുറവാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് CPMനെതിരെ പടപൊരുതി ജനങ്ങളുടെ ഹീറോയായി. പാലക്കാട് മത്സരിക്കാൻ എത്തിയതോടെ CPMന്റെ മാത്രമല്ല BJPയുടെയും എതിരാളിയായി മാറി മാങ്കൂട്ടത്തിൽ. കാരണം BJP വിജയത്തിൻ്റെ അടുത്തുവരെ എത്തിച്ച ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 5000 വോട്ടിന് താഴെ വ്യത്യാസത്തിലാണ് BJP തോൽക്കുന്നത്. അതും എതിർഭാഗത്തെ പാലക്കാട്ടെ ജനകീയ നേതാവ് ഷാഫി പറമ്പിലായിരുന്നപ്പോൾ. ഷാഫി അവിടെ നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായും ആ സീറ്റ് തങ്ങൾക്ക് കിട്ടും എന്ന് BJP പ്രതീക്ഷിച്ചു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തി BJP നിലം തൊടിയിക്കാതാണ് വിജയമുറപ്പിച്ചത്. അതുകൊണ്ട് BJPക്കാർക്കും രാഹുലിനെ കണ്ടുകൂടാ. BJPക്കെതിരെയും CPMനെതിരെയും കടുത്ത നിലപാടെടുക്കുന്ന ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ബോംബ് കയ്യിലിരിപ്പുണ്ടെന്നും ആ ബോംബ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും പൊട്ടുമെന്നും പറഞ്ഞ് ആദ്യം രംഗത്ത് വന്നത് രാജൻ ജോസഫ് എന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. സോഷ്യൽ മീഡിയയിലാണ് അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനം. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒരു ഉറപ്പുമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്ന രീതി അദ്ദേഹത്തിന് പണ്ടേ ഉണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല ഉറപ്പായിരുന്നു. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ചാറ്റർജിയാണ്, രാഹുൽ പല സ്ത്രീകളെയും പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു. ഏറെ വൈകാതെ അത് ഏറ്റെടുത്തത് ചില സംഘപരിവാർ യൂട്യൂബ് ചാനലുകൾ മാത്രമായിരുന്നില്ല, ഇടത് സൈബർ പ്രൊഫൈലുകൾ കൂടിയായിരുന്നു. ഏറെ വൈകാതെ തന്നെ ചാനലുകൾ ഏറ്റെടുക്കുന്നു. ഏത് ചാനലുകൾ? റിപ്പോർട്ടർ ചാനലും ന്യൂസ് മലയാളവും. ഈ രണ്ട് ചാനലുകൾക്കും കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. വലിയ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഒരു ചാനൽ തുടങ്ങിയ ആളാണ് റിപ്പോർട്ടർ ചാനൽ. ആ റിപ്പോർട്ടറിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. റിപ്പോർട്ടർ മുതലാളി തുറന്നു പറയാറുണ്ട്, കേരളത്തിൻ്റെ അജണ്ട താനാണ് സൃഷ്ടിക്കുന്നതെന്ന്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകും എന്നവർക്കറിയാം. നിരപരാധികളായ കുറെ പോലീസ് ഓഫീസർമാരെ കൊടുക്കുന്നതിന് വേണ്ടി വ്യാജ ലൈംഗിക പീഡന കേസ് അവർ തട്ടിക്കൂട്ടിക്കൊണ്ടുവരികയും അത് പൊളിഞ്ഞടുങ്ങുകയും ചെയ്തത് നമ്മളൊക്കെ കണ്ടതാണ്. ഏതറ്റം വരെ ശത്രുവിനെ ഇല്ലാതാക്കാൻ പോകാൻ ഒരു മടിയുമില്ലാത്ത കൂട്ടരാണ് റിപ്പോർട്ടർ ചാനൽ നടത്തുന്നത്. അതിന് കുടപിടിക്കാൻ എത്തിയത് ന്യൂസ് മലയാളം എന്ന ചാനലാണ്. ആ ചാനലിൻ്റെ രാഷ്ട്രീയം എന്തുമാവട്ടെ, അതിനെ നയിക്കുന്നത് കൃത്യമായ ഇടത് രാഷ്ട്രീയമുള്ളവരാണ്. ഈ രണ്ട് ചാനലും കൂടി ഈ യുവതിയെ ഇരയാക്കി രംഗത്ത് വരികയാണ്. അപ്പോഴൊന്നും യുവതി രംഗത്ത് വന്നിട്ടില്ലെന്ന് ഓർക്കണം. ഈ രണ്ട് ചാനലുകൾ ചാറ്റ് പുറത്തുവിടുന്നു, ശബ്ദരേഖകൾ പുറത്തുവിടുന്നു. ഇതെങ്ങനെയാണ് ആ ചാനലുകൾക്ക് ശബ്ദരേഖ പുറത്തു വന്നത്? ഈ യുവതി ഈ ശബ്ദരേഖ അവർക്ക് കൊടുത്തതാണോ? അതോ ആ യുവതിയുടെ മൊബൈൽ ഫോണിൽ നിന്നും ഈ ചാനലുകൾ അത് മോഷ്ടിച്ചതാണോ? അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇന്ന് പിടിച്ചോ എനിക്കെതിരെ വാർത്ത കൊടുത്തോളൂ എന്ന് പറഞ്ഞ് പാലത്തായിലെ പപ്പൻ മാഷ് ചെയ്തവർ, അദ്ദേഹം പ്രായപൂർത്തിയാവത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് അതിൻ്റെ നഗ്നചിത്രങ്ങളൊക്കെ എടുത്തിട്ട് പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു എന്നാണ് പോലീസ് കേസ്. അങ്ങനെയൊക്കെ ചെയ്തതാണോ? ഇതൊന്നും നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഈ ചാനലുകൾ ഇത് ഏറ്റെടുത്തതോടെ റേറ്റിംഗ് ഭീതിയുള്ള മറ്റ് ചാനലുകൾ, ഏഷ്യാനെറ്റിനും മനോരമയ്ക്കുമൊക്കെ അതിൻ്റെ പിന്നാലെ പോവേണ്ടി വന്നു. അങ്ങനെ ശൂന്യതയിലിരുന്ന് ഇരുട്ടിൽ തപ്പിക്കൊണ്ട് കഴിഞ്ഞ 3 മാസത്തിലധികമായി അവർ രാഹുൽ മാങ്കൂട്ടത്തെ ക്രൂശിക്കുകയായിരുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി രാഹുലിന്റെ കാലിൽ പിടിച്ച് നിലത്തടിച്ചാൽ പകരം തങ്ങൾക്ക് അവസരം കിട്ടും എന്ന് കരുതി കോൺഗ്രസിലെ ചില നേതാക്കളും അവസരം മുതലെടുത്ത് രംഗത്ത് വന്നു. ചില വനിതാ നേതാക്കൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്റുകൾ ഇട്ടു. അവരെ തിരുത്തിക്കൊണ്ട് മറ്റു ചില വനിതാ നേതാക്കൾ എത്തി. ഏതെങ്കിലും ഒരു വനിത ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ ഉടൻ തന്നെ അവരെയും രാഹുൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ആദ്യം പതറിപ്പോയ രാഹുൽ 1 മാസത്തിലധികം വീട്ടിലിരുന്നു. എന്നാൽ തനിക്ക് താൻ മാത്രമേ ഉള്ളൂ എന്ന ബോധ്യം വന്നപ്പോൾ രാഹുൽ നിയമസഭയിൽ പോയി മുഖം കാണിച്ചു. പാലക്കാട് പോയി നഷ്ടപ്പെട്ട വീര്യം തിരിച്ചെടുത്ത് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു. ഇവർ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന
എല്ലാ കോട്ടയും തകർന്നു വീഴുന്ന കാഴ്ച. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചേർത്ത് പിടിച്ച് പാലക്കാട്ടുകാർ രംഗത്ത് വന്നു. രാഹുൽ ഇല്ലാതെ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കാത്ത സാഹചര്യമുണ്ടായി. ചില സിനിമാ നടികൾ അവിടേക്ക് വന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇതോടെ രാഹുലിനെ തകർക്കാൻ പദ്ധതിയിട്ട ഗൂഢാലോചനക്കാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. അവർ അടുത്ത ഘട്ടമായി രാഹുലിനെതിരെയുള്ള നീക്കങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പൊട്ടിക്കാൻ മാറ്റിവെച്ചതാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ രാഹുൽ കളം പിടിക്കുകയും രാഹുലിന് സ്വീകാര്യത ഉണ്ടാവുകയും ചെയ്തതോടെ അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. വീണ്ടും അവർ സജീവമായി രംഗത്ത് വന്നു. ഇക്കുറി അവർ നീക്കിവെച്ചിരുന്ന പഴയ ശബ്ദരേഖയുടെ ബാക്കി തന്നെയാണ് പുറത്തുവിട്ടത്. എന്നാൽ അത് ഏൽക്കുന്നില്ല. അത് രാഹുലിന് ഗുണം ചെയ്തു എന്ന് ബോധ്യമായതോടെ യുവതി തന്നെ രംഗത്തെത്തി. യുവതി തന്നെ പരിചയക്കാരോട് പറയുന്നത് താൻ ഒന്നും അറിയാതെയാണ് ഇതൊക്കെ പുറത്തു വന്നതെന്നാണ്. എന്നാൽ ഇതിന് ക്രോണോളജി പരിശോധിച്ച് നോക്കുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം രണ്ടാമത് ഈ വിവാദം പുറത്തു വന്നപ്പോൾ രാഹുലിന് അനുകൂലമായ സാഹചര്യം രൂപപ്പെടുകയും രാഹുൽ വേട്ടയാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ മറ്റൊരു നിവൃത്തിയുമില്ലാതെ യുവതി രാഹുലിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ യുവതിയും രാഹുലും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. രാഹുലും യുവതിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നെന്നും ഈ ശബ്ദരേഖയൊക്കെ ഒറിജിനലാണ് എന്നും വിശ്വസിക്കുന്നതാണ് ഉചിതമെന്ന് കരുതുന്ന ആളാണ് ഞാൻ. എന്നാൽ ഇവർ തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണെങ്കിൽ അത് ഇത്രയും വിവാദമാകേണ്ടതുണ്ടോ? രാഹുലും യുവതിയും തമ്മിൽ അടുപ്പമായിരുന്നപ്പോൾ പറഞ്ഞ ഈ ചാറ്റുകളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അന്ന് തന്നെ വെക്കുന്ന ബുദ്ധി എത്ര ശക്തമാണ്. രാഹുൽ വാട്സാപ്പിൽ വിളിച്ച ഫോൺ മറ്റൊരു ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നു. അതും നല്ല ബന്ധമുള്ളപ്പോൾ ഉള്ള സംഭാഷണമടക്കം റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത് എന്തുതരം സൂചനയാണ് നൽകുന്നത്? ഇതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല ഇതിൻ്റെ ഇപ്പോഴത്തെ പുറത്തു വരുന്നതിൻ്റെ രാഷ്ട്രീയം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇത് പുറത്തു വന്നിരിക്കുന്നത് CPM സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നീങ്ങിയപ്പോഴാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ശബരിമല മോഷണമാണ്. ഭഗവാന്റെ ചുറ്റിനുമുള്ളതെല്ലാം അടിച്ചു മാറ്റി. ഭഗവാന്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി ശ്രീകോവിലിന്റെ മേൽക്കൂരയും ശ്രീകോവിലിന്റെ തൂണുകളും അടിച്ചു മാറ്റി. ഭഗവാനെ തന്നെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചു. ആരാണ്? CPM നിയോഗിച്ച പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ. പത്മകുമാറും വാസുവും ഒക്കെ CPMന്റെ നേതാക്കളായി ആ പദവിയിലെത്തിയവരാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോട് ചേർന്ന് ഇവരൊക്കെ അടിച്ചു മാറ്റുകയും ഈ അടിച്ചുമാറ്റലിന്റെ ഉത്തരവാദിത്തം മുതിർന്ന നേതാക്കളിലേക്ക് മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് ഹൈക്കോടതിയാണ്. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളെയും അറസ്റ്റ് ചെയ്യരുതെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് പോലും സാധ്യമല്ല. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കേസന്വേഷണം നീളുന്നു. സുരേന്ദ്രൻ അറസ്റ്റിലായേക്കും എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അതുണ്ടാക്കുന്ന ഡാമേജ് നീക്കം ചെയ്യാൻ എത്രയും വേഗം സംഭവം ടെസ്റ്റ് ചെയ്യണമെന്ന് പിണറായി വിജയൻ ആഗ്രഹിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിനെ അതുവരെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും മൂലക്കിരുത്തിക്കൊണ്ട് ഹൈജാക്ക് ചെയ്തെടുക്കുന്നത് പിണറായിക്ക് അറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല. സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ടറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഇത് പിണറായി വിജയൻ കൃത്യമായിട്ടറിയാം. നിങ്ങൾ നോക്കുക, ഈ ദിവസങ്ങളിലുണ്ടായ ഒരു സംഭവത്തിലും പിണറായി വിജയൻ പ്രതികരിച്ചിട്ടില്ല. ശബരിമലയിലെ കൊള്ളയെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഒരു വിഷയത്തിലും പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല പിണറായി സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പോലുമില്ല. നിങ്ങൾ കരുതുന്നുണ്ടോ പിണറായി മിണ്ടാതിരിക്കുമെന്ന്? ഒരിക്കലും മിണ്ടാതിരിക്കില്ല. ഈ ദിവസങ്ങളിൽ പിണറായി രംഗത്ത് വരും. പിണറായി രംഗത്ത് വരുമ്പോൾ പിണറായിയുടെ വാക്കുകൾക്ക് ആളുകൾ കാതോർത്തിരിക്കണം. അതിന് കൃത്യമായി ഇമ്പാക്റ്റ് ഉണ്ടാവണം. അതാണ് കൃത്യമായ പദ്ധതിയാണ്. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. അതിനുവേണ്ടി ഈ യുവതിയുടെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി. ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ 3.5 മാസമായി എന്തുകൊണ്ടാണ് ഈ യുവതി പരാതി കൊടുക്കാതിരുന്നത് എന്ന് മാത്രമല്ല, ഈ വിവാദമുണ്ടാകുമ്പോൾ, അതായത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് വിവാദമുണ്ടാകുന്നത്. ഈ വിവാദമുണ്ടാകുമ്പോൾ ഈ യുവതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. യുവതി ബന്ധം സ്ഥാപിക്കുന്നതും ഗർഭിണിയാകുന്നതും ഗർഭചിത്രം നടത്തുന്നതുമൊക്കെ ഗർഭചിത്രത്തിന് ശേഷമുള്ള സംഭാഷണമാണ് നമ്മൾ പുറത്തു വന്നത്. അപ്പോൾ തന്നെ നിയമപരമായി ഇതിനൊരു പ്രശ്നമുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണോ അതോ രാഹുൽ മാങ്കൂട്ടത്തിനാണോ? അത്തരം ഒരുപാട് വിഷയങ്ങളുണ്ട്. പോലീസ് കേസെടുത്തു, കേസ് മുമ്പോട്ട് കൊണ്ടുപോയി. ഇപ്പോഴിതാ കൃത്യമായി റേപ്പ് അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമ്പോൾ വലിയ രാഷ്ട്രീയം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് എങ്ങനെ സംശയിക്കാതിരിക്കാൻ കഴിയും? പിണറായി ഈ ദിവസങ്ങൾ പുറത്തേക്ക് വന്നിട്ട് താൻ സ്ത്രീ പീഡകർക്കെതിരാണ്, മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കാൻ പോകുന്നു. ഇതിനോട് ചേർന്ന് വായിക്കേണ്ട 2 സംഭവങ്ങൾ കൂടിയുണ്ട്. പാലത്തായി പീഡന കേസിൽ അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന വിധി. പാലത്തായി പീഡന കേസിലെ പത്മരാജൻ മാഷ് നിരപരാധിയാണ് എന്ന ബോധ്യവും തെളിവുകളും അന്വേഷണ സംഘം തന്നെ കൊടുത്തതാണ്. പക്ഷെ ഒടുവിൽ CPM പ്രത്യേക രാഷ്ട്രീയ താല്പര്യമെടുത്തുകൊണ്ട് അട്ടിമറിക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തി വ്യാജമായി തെളിവുകൾ സൃഷ്ടിച്ച് ആ പത്മരാജനെ ശിക്ഷിച്ചു.
ആ ശിക്ഷയുടെ ചർച്ചകൾ ഇപ്പോൾ സജീവമായി നിൽക്കുന്നു. അതിന്റെ കൂടെയാണ് ഇനി നമ്മൾ കാണേണ്ടത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് പ്രതിയായ ആ കേസിന്റെ വിധി വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്നാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സ്ത്രീ പീഡകർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന സർക്കാരാണ് തൻ്റെത് എന്ന് സ്ഥാപിക്കാൻ, അങ്ങനെ സ്ത്രീ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നാണ്. പിണറായി ഈ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ട് ഇതായിരിക്കും പറയാൻ പോകുന്നത്. കൃത്യമായി ഗൂഢാലോചന, കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതാണ് ഇന്നലെ ജോർജ് പൂന്തോട്ടം എന്ന സീനിയർ അഭിഭാഷകൻ തുറന്നു പറഞ്ഞത്. അദ്ദേഹം ഇന്നലെ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഈ ചാറ്റുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണെന്ന് ആര് പറഞ്ഞു? അപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു, രാഹുൽ നിഷേധിച്ചില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് പുറത്തുവിടുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചോ? വളരെ കൃത്യമായ ചോദ്യമാണ്. ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നത് വളരെ ശക്തമാണ്. അത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം. അയ്യപ്പ കോപം കൊണ്ട് വിറച്ച് സമ്പൂർണ്ണ തോൽവി ഏറ്റുവാങ്ങാൻ ഒരുങ്ങിയ പിണറായി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന അവസാനത്തെ ആയുധമായി വേണം ഇതിനെ കാണാൻ. എക്കാലത്തും പെണ്ണ് കേസ് ഉപയോഗിച്ച് മുതലെടുക്കാൻ CPM-ന് ബുദ്ധിയായിരുന്നു. ആ ബുദ്ധി നന്നായി ഉപയോഗിച്ച നേതാവാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ഈ പെണ്ണ് കേസുകളെല്ലാം ഇവിടെ ഉപയോഗിച്ച് ചർച്ച തന്നെ മാറ്റി അയ്യപ്പ മോഷണത്തെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും അവസാനിപ്പിച്ച് വിജയം നേടാൻ പിണറായിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട്. ഇന്ന് വീടുകളിൽ കയറാൻ CPM-കാർ കഴിയുന്നില്ല. എല്ലാവരും അയ്യപ്പനെ കുറിച്ച് ചോദിക്കുന്നു. വടക്ക് മുസ്ലിമുകളും തെക്ക് ഹിന്ദുക്കളും CPM-നെതിരായ സാഹചര്യത്തിൽ ഇതിനെയൊക്കെ മറികടക്കാനുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് പിണറായി നടത്തിയിരിക്കുന്നത്. ഈ ഗൂഢാലോചന കാണാതിരുന്നുകൂടാ. എന്തായാലും അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം പറഞ്ഞതുകൂടി ശ്രദ്ധിക്കുക. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പോലീസ് സ്റ്റേഷനാണ് എന്ന് ഞാൻ അറിയുന്നത് ആദ്യമായിട്ടാണ്. മുഖ്യമന്ത്രിക്ക് നിവേദനം കിട്ടും, അതാദ്യം അവിടെയല്ലല്ലോ എത്തേണ്ടത്. നമ്മുടെ നിലവിലൊരു നിയമ സംവിധാനം ഉള്ളിടത്ത് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരാതി ഒറിജിനലി പോയി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനാണ്. പരാതിയുള്ള ആളുകൾ ജീവിക്കുന്ന, താമസിക്കുന്ന അല്ലെങ്കിൽ ഒഫൻസ് നടന്നു എന്ന് പറയുന്ന പരിധിക്കുള്ള പോലീസ് സ്റ്റേഷനിലാണ് വരേണ്ടത്. ഓൾ ത്രൂ അതല്ലേ ഇത് കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടാക്കി അന്ന് എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്തൊരു സാധനം ഇങ്ങനെ ചില തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റായിട്ട് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അസ്വാഭാവികത അതല്ലേ. എന്താ പരാതി? പീഡിപ്പിച്ചു എന്നുള്ളതാണോ? ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണോ? അബോർഷൻ നടത്തി എന്നുള്ളതാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയും പേരില്ലേ? നിങ്ങളൊക്കെ ഇതുമായി ആയിട്ട് ബന്ധമുള്ള ആളുകളല്ലേ. എന്താണ് പരാതി എന്ന് നിങ്ങൾക്ക് പറയാമോ? ആ വാട്സപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിൻ്റെതാണെന്നുള്ള എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ആദ്യം വിട്ടു, രാഹുലിൻ്റെതാണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഇവർ പറയുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെക്കുറിച്ച് ഇതൊന്നും ആരുടെയൊന്നും ക്രോസ് വെരിഫൈ ചെയ്യണ്ടേ? രാഹുലിനോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നോനോ, ഇത് പുറത്ത് വിടുന്നതിന് മുമ്പ്, പുറത്ത് വന്നതിന് ശേഷമാണ്. ഇപ്പം ഞാൻ ബില്ലിനെതിരെ എനിക്കൊരു ശബ്ദം എനിക്ക് കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? ബില്ലിനെ കുറിച്ച് ഇങ്ങനൊരു വാർത്തയുണ്ട്, അതാണോ എന്ന് ചോദിച്ചിട്ടല്ലേ പറയേണ്ടത്. അതല്ലേ ഒരു സാമാന്യ നീതി എന്ന് പറയുന്നത്. നാടകം തന്നെ. ഇതിപ്പം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ജനശ്രദ്ധ സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം. ആ മസാലയ്ക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ആളിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് രാഹുൽ എന്നോട് പറഞ്ഞത്.